മാനേജ്മെന്റിന്റെ ABCDE എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്പർ 1 A എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ആണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു സ്ഥാപനത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം വേണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വർക്ക്, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പുതിയൊരു സ്റ്റോറ്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന പുതിയൊരു ഓപ്പണിംഗ്, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇത്ര നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വരണം എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ റിക്വസിറ്റ്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള അക്കൗണ്ടബിലിറ്റി ആദ്യം നമുക്ക് വേണം. 2, നമ്മൾ മാനേജ് ചെയ്യുന്ന ടീമിനും കൃത്യമായ അക്കൗണ്ടബിലിറ്റി കൊടുക്കണം. അവർ കൃത്യസമയത്ത് ഒരു സ്കോർ ബോർഡ് വെച്ച് അവർ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് റിസൾട്ട് വെച്ച് നമ്മൾ പരിശോധിക്കണം. വെറുതെ ഒരു തോന്നൽ വെച്ചല്ല, അവർ ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ട് വെച്ച് അവരുടെ അക്കൗണ്ടബിലിറ്റി പരിശോധിക്കുകയും അവർ കൃത്യമായ രീതിയിൽ ഈ ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട പ്രൊമോഷൻ കൊടുക്കുകയും കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരെ വിളിച്ച് റിവ്യൂ ചെയ്യുകയും മോശമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പറഞ്ഞു വിടുകയും ചെയ്യണം. ആദ്യം അവർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കൃത്യമായി നമ്മളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞ് സ്കോർ ബോർഡ് വെച്ച് അവർക്ക് ഡേ ടു ഡേ അവരുടെ ആക്ഷൻസ് കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യണം. അതുകൂടാണ്ട് റിവ്യൂ വെച്ച് അതിൽ വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്ക് അപ്രീസിയേഷനും സാധാരണഗതിയിൽ ചെയ്യുന്ന ആൾ വളർത്താൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയും എത്ര പറഞ്ഞിട്ടും ചെയ്യാത്ത മോശമായ ആളെ പറഞ്ഞു വിടുകയും ചെയ്യണം. അതാണ് A. B എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ്നെസ് അല്ലെങ്കിൽ ബന്ധം, റിലേഷൻഷിപ്പാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമായിട്ട് നമുക്ക് ബിസിനസ് ലെവലിലും വർക്ക് ലെവലിലുള്ള റിലേഷൻ മാത്രം പോരാ, ആ വ്യക്തി ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെടുത്ത് മനുഷ്യത്വപരമായ നിങ്ങളുടെ പെരുമാറ്റം ചിലപ്പോൾ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും തിരിച്ചുള്ളൊരു കമ്മിറ്റ്മെന്റ് ആയി മാറാം. മനുഷ്യനായതുകൊണ്ട് ജീവിതകാലം മുഴുവനും കിട്ടില്ല, എന്നാലും കുറച്ച് നാളെ കമ്മിറ്റ്മെന്റ് കിട്ടും. വെരി ഇമ്പോർട്ടന്റ് ബിലോങ്ങിങ്നെസ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഫാക്ടർ വേണം. C. കോച്ചിങ്. നമ്മൾ ആദ്യം പഠിക്കണം. നമ്മൾ പഠിക്കാൻ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. C. കോച്ചിങ് ആണ്. നമ്മുടെ കൂടെയുള്ള ഒരാള്, അയാള് നമ്മുടെ ഓർഗനൈസേഷനിൽ വന്ന അന്ന് തൊട്ട് തന്നെ ഭീകരമായി പെർഫോം ചെയ്യണമെന്ന് നമ്മൾ ചാട്ടി പിടിക്കരുത്. അയാൾ വന്ന അയാൾക്ക് ഒരു ഹണിമൂൺ പീരീഡ് ഉണ്ട്, അതിനയാൾക്ക് പഠിക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്, പഠിച്ച് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. അവരെ പഠിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം കോച്ചിങ് നമ്മൾ ചെയ്യണം. D. ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയും തളർച്ചയും തീരുമാനിക്കുന്ന ലീഡർഷിപ്പിന്റെ തീരുമാനം എടുക്കലാണ്. ചില തീരുമാനം എടുക്കാൻ കണ്ടമാനം വൈകും. ആ വൈകുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവും, നമുക്ക് ഇരട്ടി പണിയായിരിക്കും പിന്നീട് ഉണ്ടാവുന്നത്. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് പ്രോപ്പറായ രീതിയിൽ നമ്മൾ എടുക്കുകയും ആ എടുത്ത ഡിസിഷനിൽ ഉറച്ചു നിന്ന് ടീമിനെ കോച്ച് ചെയ്യുകയും അങ്ങനെ കോച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അവരെ ഒരു ബിലോങ്ങിങ്നെസ് ക്രിയേറ്റ് ചെയ്യുകയും അവരെ അക്കൗണ്ടബിൾ ആക്കി മാറ്റുകയും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾക്ക് എൻഗേജ്മെന്റ് കൊടുക്കലാണ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം മിണ്ടാണ്ടാക്കിയിട്ട് നമ്മളൊരു തീരുമാനം എടുത്ത് അടിച്ചേൽപ്പിച്ചാൽ അത് നടപടിയാവില്ല. അവിടെ ഓരോരുത്തർക്കും ഗ്ലാസ് ഡോർ പോളിസി എന്ന് പറയും. തുറന്ന ഗ്ലാസ് പോലെ അവർക്കും അവരുടെ അഭിപ്രായം നമ്മളോട് പറയാനും നമ്മളുമായി ചർച്ച ചെയ്യാനും അതിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള അവസരം കൊടുക്കണം.